വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ വയനാട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. തോൽവി ഉറപ്പായി മുമ്പ് കണ്ടുകൊണ്ടുള്ള ഒരു നിലയാണല്ലോ അവിടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി എടുക്കാൻ കഴിഞ്ഞു. എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ജയിക്കില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അത് മുൻകൂട്ടി തന്നെ എന്നാലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. വയനാടിന്റെ പ്രശ്നം ആലോചിക്കുമ്പോൾ 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, 2024 രാഹുൽ ഗാന്ധി മത്സര സമയത്ത് കിട്ടിയ വോട്ട്, ഇപ്പോഴത്തെ വോട്ട്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, ഈ 3 വോട്ടിന്റെയും എണ്ണം പരിശോധിക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ്. 2019 നിന്ന് 2024 കുറഞ്ഞു. 2024 നിന്ന് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും UDF ലഭിച്ച വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ വർധനവുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാവുന്ന മുഴുവൻ വോട്ട് സമാഹരിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ സ്ഥിതി. അത് ഭാവിയിലുള്ള കേരളത്തിന്റെ ഭാവി തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇതാണ് പൊതുസ്ഥിതി. എല്ലാ ജനവിഭാഗങ്ങളുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ഉയർത്തുന്നുണ്ട്. അത് ജനങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പാലക്കാട് വിജയം നിങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു, പക്ഷേ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ പറഞ്ഞില്ല. അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ? ജനവിധി പൊതുവെ ഞാൻ അംഗീകരിക്കുന്നു. ഇതിന്റെ മൊത്തം ക്രെഡിറ്റ് SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ കൊടുക്കുക എന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഈ സഖ്യം കൂടി വന്നതിന്റെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ സഖ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അതല്ലാതെ ഇവർ വന്നതുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഖ്യം കേരളത്തിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു മണവിൽ സഖ്യം എന്നൊക്കെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ സഖ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ശരിയല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്ന് നിലപാടാണ്. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. പ്രചരണത്തിൽ അതെല്ലാം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരന്റെ ബോധത്തെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യും. താങ്കൾ ഈ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ല. അത് ഞങ്ങൾക്ക് വിടും. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണല്ലോ. ഞങ്ങളെല്ലാം വിമർശനം അതുകൊണ്ടാണല്ലോ കേൾക്കുന്നത്. പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞില്ലോ. വിമർശനം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അതാണ് ആ കാര്യത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പത്രത്തിന്റെ പരസ്യത്തിന്റെ പ്രശ്നം എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യത്തിന്റെ ഇല്ല, അത് രണ്ട് പത്രത്തിൽ മാത്രമല്ല പരസ്യം കൊടുത്തത്, പല പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യം കൊടുക്കാറുണ്ട്. ആ പരസ്യത്തിന്റെ കാര്യം നിങ്ങൾക്ക് വിമർശനം ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. അത്രയല്ലേ അതിന്റെ പ്രശ്നമുള്ളൂ. അതുപോലെ ഈ ചേലക്കരയിൽ കഴിഞ്ഞ തവണ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ 12,000 വോട്ടിന്. അപ്പൊ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു തെളിവാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് UDFന് അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം. അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് അവകാശപ്പെടാം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? 5000 വോട്ടല്ലേ ഭൂരിപക്ഷം?